കേൾക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. ബെസ്റ്റിയിലെ ഫെമി എന്നുള്ളൊരു ക്യാരക്ടറിൽ എന്നെ ചൂസ് ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം പാട്ടൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ പാട്ടൊക്കെ പാടുന്ന ഒരു വൃത്തിയൊക്കെ ആയിട്ടാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അത് കണ്ടപ്പോൾ എങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്ത് പോയപ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. സിനിമയിലേക്ക് എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ ഇപ്പോഴാണ് തിയേറ്ററിൽ എല്ലാവരുടെയും ഒപ്പം ഞാനും ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഡയറക്ടർ ഷാജി ചേട്ടൻ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാൻ നല്ല ആംഗിൾസ് നമ്മളെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് മേക്കപ്പ്, അതുപോലെ കോസ്റ്റ്യൂം, പാട്ടുകൾ, ഔസേപ്പച്ചൻ സാറും ഷിബു സാറൊക്കെ ചെയ്ത മനോഹരമായ പാട്ടിൽ ഷെയ്ൻജാൻ്റെ കൂടെ എനിക്ക് പെയറായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരു സ്റ്റാർട്ടിങ് ടൈമിലാണ് ഇപ്പോൾ സിനിമ ആഗ്രഹിച്ച് അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു സ്റ്റേജിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയിപ്പോൾ ബെസ്റ്റി പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പ്രേക്ഷകരാണ് ഞങ്ങളുടെ സിനിമയുടെ വിധി നിർണ്ണയിക്കേണ്ടത്. അപ്പോൾ ഒരുപാട് പേരിപ്പോൾ കണ്ട് പറയുന്നു. അതിൽ ഓരോരുത്തരുടെ ക്യാരക്ടറിനെ പറ്റിയും ഓരോരുത്തരോടും നേരിട്ട് വന്ന് സംസാരിക്കണം. അതൊക്കെ ഞങ്ങൾ ആർട്ടിസ്റ്റിന് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ ഈ സിനിമ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ സിനിമ ബെസ്റ്റ് തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നുള്ളത് ഈ സിനിമയുടെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു റിക്വസ്റ്റാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഞങ്ങളിതിലെല്ലാ ആർട്ടിസ്റ്റിനെയും അതുപോലെ ടെക്നീഷ്യൻസിനെയും നിങ്ങൾ അറിയിക്കുക. അപ്പോൾ അത് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും കറക്റ്റ് ചെയ്ത് ഇനി മുമ്പിലേക്കുള്ള ജേണിയിൽ ഒരുപാട് ഹെൽപ്പായിരിക്കും. ആർട്ടിസ്റ്റ് ഉണ്ടാവണമെങ്കിൽ പ്രേക്ഷകർ തീരുമാനിക്കണം. പ്രേക്ഷകരുടെ കയ്യിലാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭാവി. അപ്പോൾ പാട്ടൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തേരും. ഡാൻസ് കണ്ടിരുന്നോ? കളിക്കാൻ പറ്റുമോ? ഇവിടെയോ? ഇപ്പോഴോ? കുറച്ചൊക്കെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ അമ്മയൊക്കെ വെയിറ്റിംഗ്, അതുകൊണ്ടൊന്ന് പതുക്കെ റിയൽ ലൈഫിൽ ഇൻ ഗുഡ് ടേംസ് ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സിനിമയിൽ. ഡയറക്ടർ നല്ല ടേംസിലാണ് ബെസ്റ്റി എന്നുള്ള ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ബെസ്റ്റീസ് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അവർ കാരണമാണ്, എൻ്റെ ഫാമിലി കാരണമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ടാണ്. ഇന്ന് രാവിലെയും കൂടെ ഞാൻ ബെസ്റ്റിക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ച് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. അവരൊക്കെ കേരളത്തിൻ്റെ ഓരോ സ്ഥലത്തൊക്കെ വീടായിട്ടുണ്ട്. അവരൊക്കെ പടം കണ്ടിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം. ബെസ്റ്റുകളോട് എന്താ പറയാനുള്ളത്? ബെസ്റ്റുകളോട് ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ അതിനെ ബെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. ആ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കൂട്ടി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ സിനിമ കാണാം. കാരണം ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, ലവ് ആയാലും അതുപോലെ ആക്ഷൻ സീക്വൻസ് ആയാലും ഫാമിലി ബോണ്ടിങ് ആയാലും അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ. പിന്നെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഞങ്ങളുടെ ഡയറക്ടർ ആഗ്രഹിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച, ഒരുപാട് പേരെ ഫെമിലറൈസ് ചെയ്യാൻ ആഗ്രഹിച്ചൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് ഈ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ഒറ്റയ്ക്ക് പോകണ്ട, എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സിനെയും ബെസ്റ്റീസിനെയും ഫാമിലിനെയും, ബെസ്റ്റി മാത്രമല്ല ഫാമിലിയിലെയും കുട്ടി ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റും. താങ്ക് യു. കൂട്ടത്തിലാണ് ബെസ്റ്റി ഇറങ്ങിയിരിക്കുന്നത്. അല്ല, ഒരു മിനിറ്റ്, കുറച്ച് പേരെല്ലാവരും എന്ന് പറയുമ്പോൾ അതൊരു എഫക്റ്റ് ആവും മൂവിന്. അത് കട്ട് ചെയ്ത് കിട്ടാം. ഓക്കെ ശ്രവണ, അങ്ങനെ എല്ലാ പ്രേക്ഷകരും ഈ സിനിമ കാണണം എന്നാണ് എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ്. കണ്ടിട്ട് ഞങ്ങളെല്ലാവരെയും ഡെഫിനറ്റ്ലി എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് എല്ലാ ആർട്ടിസ്റ്റിനും മുമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. വെയിറ്റിംഗ് ഫോർ ഓൾ ദ റിപ്ലൈസ് ഫ്രം ഓഡിയൻസ്. എല്ലാ തിയേറ്റേഴ്സിലും മികച്ചെടുത്തോളം വളരെ കംഫർട്ടബിളായി വർക്ക് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് ബെസ്റ്റ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നമ്മളതിൽ കുറേ നല്ല സുഹൃത്തുക്കൾ ഒരുമിച്ചൊരു സിനിമ ഉണ്ടാക്കുമ്പോൾ കാണാൻ സന്തോഷം ഉണ്ടായിരുന്നു. തിയേറ്ററിൽ എത്തി കുറച്ച് പേര് അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. അതൊത്തിരി സന്തോഷം. ഇനി അങ്ങോട്ടേക്ക് ഈ സിനിമ ബെസ്റ്റി പ്രേക്ഷകരോട് ഞങ്ങളുടെ ഈ ബെസ്റ്റ് സിനിമ ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ്. നമ്മൾ കുറേ യങ് സ്റ്റാർസ്, അതുപോലെ സാക്ഷി, അഷ്കറിക്ക, ഷെമീർ ചേട്ടൻ, അതേപോലെ കുറേ സ്റ്റാർസ് ഉണ്ട്, അന്വേഷണ. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ച് കമ്പൈൻഡ് എഫേർട്ടുള്ളൊരു സിനിമയാണ്. ഞങ്ങളുടെ ഡയറക്ടർ ഷാജി ചേട്ടനാണ്. അപ്പോൾ ഈ കൊച്ചു സിനിമ ഒരുപാട് നല്ല സിനിമകളുടെ ഇടയിൽ ഇറങ്ങി. ഇപ്പോൾ അത് പ്രേക്ഷകർ കുറച്ച് പേരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു തുടങ്ങുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ കൊച്ചു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നല്ല ഞങ്ങളെപ്പോലെയുള്ള എല്ലാ ആർട്ടിസ്റ്റിനും ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് വരണമെങ്കിൽ ഇതുപോലത്തെ സിനിമകൾ ശ്രദ്ധിക്കപ്പെടണം. അപ്പോൾ എല്ലാവരും പാട്ടൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു. അതേപോലെ ഇനി അങ്ങോട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം.